കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെട്ട റേഷൻ കാർഡ് തർക്കത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തരുത് എന്ന് പോലീസിന് ഹൈക്കോടതിയുടെ കടുത്ത താക്കീത്. വീട്ടുടമയായിരുന്ന സ്ത്രീയുടെ മകന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, അടൂർ SHO എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു. ബന്ധമില്ലാത്ത ആൾ അനധികൃതമായി റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത്. വ്യാജരേഖ നൽകി മറ്റൊരാളുടെ റേഷൻ കാർഡിൽ പേര് ചേർത്തുവെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരായ പരാതി. പരാതിയിൽ അടൂർ പോലീസ് റേഷനിംഗ് ഇൻസ്പെക്ടറോട് പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയതിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയിരുന്നു. റദ്ദാക്കപ്പെട്ട റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ഉണ്ടായിരുന്നത്. ബന്ധുക്കളിൽ ചിലരെ ഉപയോഗിച്ചുള്ള CPIയുടെ രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആരോപണം. കാർഡ് ഉടമയുടെ മകൻ ശ്യാംജിത്ത് S പിള്ളയാണ് വ്യാജരേഖ ചമച്ചുവെന്നാരോപിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്ത കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചതാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞാണ് ശ്രീനാദേവി കുഞ്ഞമ്മ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവിക്കെതിരായ പരാതിയിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടൂർ പോലീസ് റേഷനിംഗ് ഇൻസ്പെക്ടറോടാണ് വിവരം തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക. മാത്രമല്ല, ഇത് പൂർണ്ണമായും എല്ലാവരും അറ്റം മുതൽ വാല് വരെ ഇതിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആരോട് എന്ത് തരത്തിലുള്ള വൈരാഗ്യം തോന്നിയാലും അവരെ പൂർണ്ണമായും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിച്ചിട്ട് പോലും ഇല്ല എന്ന തരത്തിലേക്ക് മാറ്റാനുള്ള കളികളാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ തന്നെ പൊളിറ്റിക്കലി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയോടാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ സാധാരണക്കാരായവരോട് എത്തരത്തിലായിരിക്കും ഈ ശത്രുതാ മനോഭാവമുള്ള ആളുകൾ പെരുമാറുക എന്നുള്ളതിന് തെളിവാണ്. അന്ന് തന്നെ ശ്രീനാദേവി പറഞ്ഞതാണ്, വളരെ വ്യക്തമായി എന്റെ തെളിവുകളുണ്ട്, വളരെ വ്യക്തമായ സത്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ തെളിവുകളോടൊപ്പം തന്നെ അതിന് സാക്ഷിമൊഴികളും ഉണ്ട് എന്ന് കൃത്യമായി തന്നെ സാക്ഷിമൊഴികളുണ്ട്, അതിന്റെ ഇന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അത് കോടതിയിൽ ഞാൻ ഹാജരാക്കുമെന്ന് തന്നെയാണ് അന്നേ ശ്രീനാദേവി പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രീനാദേവി അന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വ്യാജരേഖ എന്നുള്ള പദം അവിടെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ റേഷൻ കാർഡിൽ പേരും ആ വോട്ടർ ID കാർഡിൽ പേരും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വ്യാജരേഖയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയം പോപ്പപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ എന്ന് പറയപ്പെടുന്ന 3 പേരെ കൊണ്ട് ഈ ഒരു പരാതി കൊടുക്കുക. 2 പേരും ബാംഗ്ലൂരുള്ളവരാണ്, ഒരാൾ വിദേശത്ത് ദുബായിലാണ്. അപ്പോൾ ഈ 3 പേരും കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പം മുൻപോട്ട് വരുന്നത് കൃത്യമായ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിൻ്റെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസുണ്ട് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ പരാതി എനിക്കെതിരായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ പത്തനംതിട്ട ജില്ലയുമായിട്ട്, അപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, എനിക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നവരോട് പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിനും ഇടതുപക്ഷത്തുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് 2016 മുതൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വനിതകലാസാഹിതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ 2018-19 കാലയളവിലാണ് IPSO എന്ന് പറയുന്ന ദേശീയ സംഘടനയുടെ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗമായത് പത്തനംതിട്ട ജില്ലയിലെ ഡെലിഗേറ്റ് ആയിട്ടാണ്. 2018-19 കാലയളവിലാണ് ഞാൻ അതിൻ്റെ ദേശീയ സമിതിയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൊല്ലം ജില്ലക്കാരി ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ എൻ്റെ അമ്മാവൻ്റെ അമ്മാവിയുടെയും വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ്, അടൂര മണക്കാലയിലെ വീട്. അതിനു മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 2 സ്കൂളുകളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളുകളിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് എൻ്റെ അമ്മാവിയുടെ 2 വാടക വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ
പഠനം മുതൽ ജീവിതം മുതൽ സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട് അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കുട്ടികളുടെ ഒക്കെ അഡ്രസ്സിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടത്തായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അഡ്രസ്സിലേക്ക് മാറ്റപ്പെടുന്നത് എല്ലായിടത്തും കാണുന്ന ശൈലിയാണ്. എനിക്കിതൊരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പലയിടത്തും പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളോട് പോലും ഇത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ഒരു പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പേര് ചേർത്ത് ഒന്നും വന്നയാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ ഞാൻ താമസിക്കുന്ന, എനിക്ക് ബന്ധമുള്ള, എനിക്ക് ആത്മബന്ധത്തിനപ്പുറം പറയാൻ സാധിക്കുന്ന, എൻ്റെ അമ്മയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബന്ധമില്ലാത്തൊരു വ്യക്തിയല്ല. അമ്മാവൻ ഇത് ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇവരുടെ തന്നെ ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള 3 പേരാണ്: ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത്. അതിൽ ശ്രീജിത്ത്, ശ്യാംജിത്ത് എന്നിവരാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നത്. ഇത് ഒരു ഡോക്യുമെന്റ് ആണ്, പ്രമാണം, എൻ്റെ പേരിലുള്ള പ്രമാണമാണ്. ഇത് എഴുതി തന്നിരിക്കുന്നയാൾ ശ്രീപാർവതി എസ് പിള്ള എന്ന് പറയുന്നയാൾ ഈ പറയുന്ന 3 പേരുടെയും ഒരേ ഒരു സഹോദരിയാണ്. അവർ 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ സഹോദരിയാണ് ശ്രീപാർവതി എസ് പിള്ള. തീർച്ചയായിട്ടും ശ്രീനാദേവി അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സത്യം ജയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വ്യാജരേഖ ചമച്ചുവെന്നത് തന്നെ ശരിയല്ല എന്നും CPI അംഗമായി ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചപ്പോൾ ഇതേ അഡ്രസ്സിലായിരുന്നുവെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ അന്നേ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്നത് CPIയുടെ ഗൂഢാലോചനയാണെന്ന്, കോൺഗ്രസിൽ ചേർന്ന് CPI തോൽപ്പിച്ചതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ശ്രീന പറഞ്ഞു. അന്നത്തെ CPI ജില്ലാ സെക്രട്ടറി AP ജയനാണ് മത്സരിക്കാനായി ഇതേ അഡ്രസ്സിൽ റേഷൻ കാർഡിൽ പേര് ചേർത്തതെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്കൂൾ കാലം മുതൽ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത്. പരാതി നൽകിയവർ ബന്ധുക്കളാണ്. അവരുടെ സഹോദരി തന്റെ ഒപ്പമുണ്ട്. അവർ വസ്തുവിൽ അവകാശം എഴുതി തന്നു. പരാതിയുമായി പോയ സഹോദരങ്ങൾ ഇപ്പോൾ CPIയുടെ കയ്യിലെ ചട്ടുകങ്ങളാണ്. റേഷൻ കാർഡ് റദ്ദാക്കിയ സപ്ലൈ ഓഫീസർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത് അനധികൃതമായിട്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി ലഭിച്ചത്. CPI നേതാവ് T മുരുകേഷാണ് പരാതിക്കാരൻ. റേഷൻ കാർഡിൽ പേരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ശ്രീനാദേവി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തത്. കൊല്ലം സ്വദേശിയായ ശ്രീനാദേവിക്ക് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരം വിലാസമില്ല. റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്നാണ് പരാതിക്ക് പിന്നിലെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് നൽകിയത്. ഇതിൽ തൽക്കാലം പോലീസ് അമിതാവേശം കാണിക്കേണ്ട എന്നാണ് ഹൈക്കോടതിയുടെ നീക്കം, അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കാർഡ് ഉടമയുടെ മകൻ ശ്യാംജിത്ത് S പിള്ളയാണ് വ്യാജരേഖ ചമച്ചുവെന്ന് ആരോപിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്ത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും, എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചിരുന്നുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവിട്ടത്. ആ ഉത്തരവിന്മേലാണ് ഇപ്പോൾ വമ്പൻ നീക്കം ഉണ്ടായിരിക്കുന്നത്.